Dear students, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BA ഹിസ്റ്ററിയുടെ 6th സെമസ്റ്ററിൻ്റെ ഒരു പേപ്പറാണ് ഇന്ത്യൻ ഹെറിറ്റേജ് ആൻഡ് പ്ലൂറാലിറ്റി ഓഫ് കൾച്ചേഴ്സ് എന്നുള്ളത്. അതിൻ്റെ മൂന്നാമത്തെ മൊഡ്യൂളാണ് നമ്മൾ നോക്കുന്നത്. മൊഡ്യൂളിൻ്റെ പേര് നാഷണൽ മൂവ്മെൻറ്റ് ആൻഡ് ആഫ്റ്റർ ദ ഐഡിയ ഓഫ് ഇന്ത്യ. ഇവിടെ ഫസ്റ്റ് വരുന്നത് 1857 റിവോൾട്ട് ആൻഡ് ഹിന്ദു മുസ്ലിം യൂണിറ്റി എന്നുള്ളതാണ്. 1857 കലാപകാലത്ത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും സിഖുകാരും ചേർന്ന് വലിയൊരു സാമ്രാജ്യത്വ ശക്തിയായ ബ്രിട്ടനെ വെല്ലുവിളിച്ചു. ഈ അസാധാരണമായുള്ള ഐക്യം ബ്രിട്ടീഷുകാരെ അസ്വസ്ഥരാക്കുകയും അവരുടെ ഭരണം ഇന്ത്യയിൽ തുടരണമെങ്കിൽ ഈ ഐക്യം തകർത്തെങ്കിൽ മാത്രമേ കഴിയൂ എന്ന് അവരെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. ഏറ്റവും വലിയ രണ്ട് മതവിഭാഗങ്ങളായിട്ടുള്ള ഹിന്ദുക്കളും മുസ്ലിങ്ങളും വർഗീയമായി വിഭജിക്കേണ്ടത് ബ്രിട്ടീഷുകാരുടെ ആവശ്യമായിരുന്നു. അതിനുവേണ്ടി അവർ പരസ്പരം ശത്രുത ഉണ്ടാക്കാനുള്ള അടിയന്തര നടപടികൾ സ്വീകരിച്ചു. ഈ കാരണത്താൽ ഈ വിമോചന യുദ്ധത്തെ സൈനികമായിട്ട് തകർത്തതിന് ശേഷം ലണ്ടനിലിരുന്ന അന്നത്തെ ഇന്ത്യൻ കാര്യമന്ത്രി ലോർഡ് വുഡ് ഏറ്റുപറഞ്ഞു, ഞങ്ങൾ ഇന്ത്യയിൽ ഞങ്ങളുടെ അധികാരം നിലനിർത്തിയത് ഒരു ഭാഗം മറ്റൊന്നിനെതിരെ കളിച്ചുകൊണ്ടാണ്. ഞങ്ങൾ അത് തുടരണം. അതിനാൽ എല്ലാവർക്കും ഒരു പൊതുവികാരം ഉണ്ടാകാതിരിക്കാൻ ഞങ്ങളാൽ കഴിയുന്നതെല്ലാം ചെയ്യുക എന്നതായിരുന്നു അദ്ദേഹം പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ കാണുന്ന ഹിന്ദു മുസ്ലിം വർഗീയതയുടെ വേരുകൾ ബ്രിട്ടീഷുകാർ നട്ട വിത്തിൻ്റെ വേരുകളാണ്. കൊളോണിയൽ ഭരണത്തിൻ്റെ തുടക്കത്തിൽ കോളനിവൽക്കരണം മൂലം അധികാരവും അന്തസ്സും നഷ്ടപ്പെട്ട മുസ്ലിങ്ങൾ ബ്രിട്ടീഷുകാരിൽ നിന്ന് അകന്നു നിൽക്കുകയായിരുന്നു. ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ബ്രിട്ടീഷുകാരും ഇന്ത്യക്കാരും വ്യത്യസ്ത സംസ്കാരങ്ങളുള്ള രണ്ട് വ്യത്യസ്ത സമുദായങ്ങളായിട്ട് കണക്കാക്കി. പൊതുവായി പരസ്പരം വിശ്വാസത്തോടും പരസ്പരം ബഹുമാനത്തോടെയുമുള്ള രണ്ട് സമുദായങ്ങളായിരുന്നു ഹിന്ദു മുസ്ലിങ്ങൾ. വർഗീയ സംഘർഷങ്ങൾ ഉൾപ്പെടുന്ന സംഭവങ്ങൾ വളരെ നിസ്സാരമായിരുന്നു. 1857 മുമ്പ് മിഷനറി പ്രവർത്തനങ്ങൾ, അതുപോലെ മാവിൽ എല്ലുപൊടി കലർത്തുന്ന രീതി, കുപ്രസിദ്ധമായ എൻഫീൽഡ് റൈഫിള് എന്നിവ കാരണം ബ്രിട്ടീഷ് ഭരണം തങ്ങളുടെ മതത്തിന് ഭീഷണിയാണെന്ന് ഇരു മതക്കാരും ഒരുപോലെ വിശ്വസിച്ചു. അവരൊരുമിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ അണിനിരന്നു. ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ജാതിയും മതവും തകർക്കാൻ ബ്രിട്ടീഷ് സർക്കാർ വൻ ഗൂഢാലോചന നടത്തിയെന്നുള്ള ഒരു അഭ്യൂഹം പരന്നു. ഇതിനായി മാർക്കറ്റിൽ വിൽക്കുന്ന മാവിൽ ബ്രിട്ടീഷുകാർ പശുക്കളുടെയും പന്നിയുടെയും എല്ലുപൊടി കലർത്തിയെന്നായിരുന്നു കിംവദന്തി ഉണ്ടായിരുന്നത്. ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരെ ക്രിസ്ത്യാനികളാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നു എന്ന ഭയവും സംശയവും അവർക്കുണ്ടായിരുന്നു. സൈന്യത്തിൽ എൻഫീൽഡ് റൈഫിൾ അവതരിപ്പിച്ചത് ഈ ഒരു ഭയം കൂടുതൽ വഷളാക്കി. എൻഫീൽഡ് റൈഫിളിൻ്റെ ലോഡിംഗ് പ്രക്രിയയിൽ കാട്രിഡ് വായിലേക്ക് കൊണ്ടുവരികയും മുകളിൽ നിന്ന് കടിക്കുകയും ചെയ്തു. 1857 ജനുവരിയിൽ ശിപ്പായികൾക്കിടയിൽ ഈ ഒരു കിംവദന്തി ഉണ്ടായിരുന്നു. എണ്ണ പുരട്ടിയ കാട്രിഡിൽ പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ട് എന്നുള്ള ഒരു കിംവദന്തിയായിരുന്നു പരന്നിരുന്നത്. പശു ഹിന്ദുക്കൾക്ക് പവിത്രമാണ്, മുസ്ലിങ്ങൾക്ക് പന്നി നിഷിദ്ധമാണ്. ഗ്രീസ് പുരട്ടിയ വെടിയുണ്ടകൾ കൊണ്ടുവന്നത് ഹിന്ദു മുസ്ലിം മതങ്ങളെയും അവരുടെ മതവികാരങ്ങളെയും മലിനമാക്കുന്ന ബോധപൂർവമായിട്ടുള്ള ശ്രമമാണെന്ന് ശിപ്പായിമാർ വിശ്വസിച്ചു. മീററ്റിലെ കലാപം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം കലാപകാരികൾ മുസ്ലിം സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായ ഡൽഹി പിടിച്ചെടുക്കുകയും മുസ്ലിമായ ബഹദൂർ ഷാ എന്ന മുസ്ലിം ചക്രവർത്തിയെ ഇന്ത്യയുടെ മുഗൾ ഭരണാധികാരിയായ ബഹദൂർ ഷയെ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. എല്ലാ വിമതരും രണ്ട് മതങ്ങളിൽ നിന്നുമുള്ള ബഹദൂർ ഷാ സഫറിനെ ചക്രവർത്തിയായിട്ട് അംഗീകരിച്ചു. മുഗൾ രാജവംശത്തിൻ്റെ നീണ്ട ഭരണം മുഗളന്മാരെ ഇന്ത്യയുടെ രാഷ്ട്രീയ ഐക്യത്തിൻ്റെ പ്രതീകമാക്കി മാറ്റി. ആളുകൾക്ക് മുഗൾ കിരീടത്തോട് ആഴത്തിലുള്ള വിശ്വാസത ഉണ്ടായിരുന്നു. കലാപം പൊട്ടിപ്പുറപ്പെട്ടതിന് തൊട്ടു പിന്നാലെ ബഹദൂർ ഷാ ഇന്ത്യയുടെ ചക്രവർത്തിയായി ഈ ആളുകൾക്കിടയിലുള്ള ഐക്യത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കലാപബാധിത പ്രദേശങ്ങളിലെ നേതൃത്വത്തിലും ഭരണത്തിലും ഇരു മതങ്ങളിൽ നിന്നുമുള്ള ആളുകൾക്ക് മികച്ച പ്രാതിനിധ്യമുണ്ടായിരുന്നു. ഉദാഹരണത്തിന് നാനാ സാഹിബിന് സഹായിയായും ഉപദേശകനായും മുസ്ലിമായ അസിമുല്ലയും റാണി ലക്ഷ്മിബായിക്ക് അഫ്ഗാൻ സൈനികരുടെ പിന്തുണയും ഉണ്ടായിരുന്നു. വിമത നേതാക്കളിൽ മൗലവി അഹമ്മദുള്ള ഷാ ഒരു മുസ്ലിം ആയതുകൊണ്ട് ഇരു മതങ്ങളിൽ നിന്നുമുള്ള ആളുകൾക്ക് വലിയ അനുയായികളുണ്ടായിരുന്നു. വിമത അണികൾക്കിടയിലെ മതപരമായ ഈ ശക്തമായിട്ടുള്ള ഐക്യം യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാരെ അസ്വസ്ഥരാക്കി. അവർ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഭിന്നിപ്പിക്കാൻ വിവിധ ശ്രമങ്ങൾ നടത്തിയെങ്കിലും അവരെ ഭിന്നിപ്പിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു.
വിമതരും ശിപ്പായികളും രണ്ട് വിശ്വാസങ്ങളിൽ നിന്നുമുള്ള ആളുകൾ ഉൾപ്പെട്ടതായിരുന്നു. ഹിന്ദുക്കളും മുസ്ലിങ്ങളും അടങ്ങിയതായിരുന്നു. കലാപത്തിന്റെ നേതാക്കള് ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുകയും ഒരു സമുദായത്തിന്റെയും മതവികാരം വ്രണപ്പെടുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്തു. ഇരു മതങ്ങളിൽ നിന്നുമുള്ള ആളുകൾ പരസ്പരം മതവികാരം മാനിച്ച് പ്രവർത്തിച്ചു. ഉദാഹരണത്തിന്, ഒരു പ്രദേശം വിമതർ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഗോവധം നിരോധിക്കാൻ ഉത്തരവിട്ടു. കലാപ സമയത്ത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ബ്രിട്ടീഷുകാരെ ഒന്നിപ്പിക്കാനും ഉയർത്തെഴുന്നേൽക്കാനും ഉന്മൂലനം ചെയ്യാനും ജനങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് നഗരങ്ങളിൽ ഹിന്ദി, ഉറുദു, പേർഷ്യൻ ഭാഷകളിൽ പ്രഖ്യാപനങ്ങൾ നടത്തി. വിമത പ്രഖ്യാപനങ്ങൾ ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാ ജനവിഭാഗങ്ങളെയും ആവർത്തിച്ച് പ്രതിനിധീകരിച്ചു. പല വിളംബരങ്ങളും മുസ്ലിം രാജകുമാരന്മാരോ അവരുടെ പേരുകളിലോ പുറപ്പെടുവിച്ചതാണ്. എന്നാൽ ഇവ പോലും ഹിന്ദുക്കളുടെ വികാരങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ടായിരുന്നു വിളംബരം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഒരുപോലെ നഷ്ടപ്പെടുകയോ നേടുകയോ ചെയ്യുന്ന ഒരു യുദ്ധമായിട്ടാണ് ഈ ഒരു കലാപത്തെ കാണുന്നത്. കലാപകാലത്ത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള മതപരമായ അത്തരം വിഭജനം സൃഷ്ടിക്കാൻ ബ്രിട്ടീഷുകാർ എത്ര ശ്രമിച്ചിട്ടും നടന്നില്ല. 1857 കലാപത്തിനു മുമ്പ് ഇന്ത്യയിലെ ജനങ്ങളും രാഷ്ട്രീയവും വർഗീയമല്ലായിരുന്നുവെന്ന് 1857 കലാപം തെളിയിക്കുന്നുണ്ട്. ടാഗോർ ആൻഡ് ദ ഐഡിയ ഓഫ് യൂണിവേഴ്സൽ ബ്രദർഹുഡ്. ടാഗോറും സാർവത്രിക സാഹോദര്യത്തിന്റെ ആശയവും. 1861 മെയ് 7 കൊൽക്കട്ടയിലെ ബുദ്ധിജീവികള്, ചിന്തകര്, പരിഷ്കർത്താക്കള്, സാമൂഹിക സാംസ്കാരിക നേതാക്കള് എന്നിവരുടെ കുടുംബത്തിലാണ് രവീന്ദ്രനാഥ ടാഗോർ ജനിച്ചത്. 1913 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ആദ്യ ഏഷ്യക്കാരനായിരുന്നു അദ്ദേഹം. ബഹുസാംസ്കാരിക വിനിമയത്തെ പ്രോത്സാഹിപ്പിച്ച മഹാനായ നേതാവും സാമൂഹിക മത പരിഷ്കർത്താവുമായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ്. അദ്ദേഹത്തിന്റെ മുത്തച്ഛൻ ദ്വാരക്നാഥ് മെഡിക്കൽ സൗകര്യങ്ങള്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങള്, കലകള് എന്നിവയെ പിന്തുണയ്ക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. മതപരവും സാമൂഹികവുമായ പരിഷ്കാരങ്ങൾക്കും സ്വതന്ത്ര മാധ്യമ സ്ഥാപനങ്ങൾക്കും വേണ്ടി അദ്ദേഹം പോരാടി. കുട്ടിക്കാലത്ത് ടാഗോറിന് സ്കൂളിൽ പോകാൻ ഇഷ്ടമല്ലായിരുന്നു. അതിനാൽ അദ്ദേഹത്തെ വീട്ടിൽ പഠിപ്പിച്ചു. ചെറുപ്പം മുതലേ എഴുതാൻ തുടങ്ങിയ അദ്ദേഹം അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങി. ടാഗോർ സോഷ്യൽ റിയലിസത്തിന്റെ നോവലുകൾ എഴുതി അത്തരം പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്തു. സാമൂഹിക പരിഷ്കരണം, വിദ്യാഭ്യാസം, ശാസ്ത്രം എന്നിവയിൽ അദ്ദേഹം കൃതികൾ എഴുതി. മഹാനായ ശാസ്ത്രജ്ഞനായിട്ടുള്ള ആൽബർട്ട് ഐൻസ്റ്റീനുമായി അദ്ദേഹം ഒരു ഹ്രസ്വ സംഭാഷണം നടത്തി. ഗീതാഞ്ജലി, രവീന്ദ്ര സംഗീതം, അമർ ഷോണർ ബംഗ്ല, ഘരെ ഭൈരെ, ഇന്ത്യയുടെ ദേശീയ ഗാനം, ജനഗണമന തുടങ്ങിയവയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ. തന്റെ ജീവിതത്തിന്റെ 40 വർഷം അദ്ദേഹം ശാന്തിനികേതനിലെ തന്റെ വിദ്യാഭ്യാസ സ്ഥാപനത്തിനായിട്ട് സമർപ്പിച്ചു. ഗ്രാമങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന രൂക്ഷമായ ഭൗതികവും സാംസ്കാരികവുമായ ദാരിദ്ര്യത്തെക്കുറിച്ചും വിദ്യാഭ്യാസമില്ലാത്ത ഗ്രാമപ്രദേശങ്ങളും നഗരങ്ങളിലെ ഉന്നതരും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചും ക്രമേണ അദ്ദേഹം മനസ്സിലാക്കിയതിനാൽ മുതിർന്ന വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രാഥമിക പരീക്ഷണങ്ങൾ അവിടെ എത്തി. ഗ്രാമീണ ഉന്നമനത്തിനായിട്ട് പരിശ്രമിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. പിന്നീട് ശാന്തിനികേതനിൽ വിദ്യാർത്ഥികളും അധ്യാപകരും സാക്ഷരതാ പരിശീലനം, സാമൂഹിക പ്രവർത്തനങ്ങൾ, സഹകരണ പദ്ധതികളുടെ പ്രോത്സാഹനം എന്നിവയ്ക്ക് വേണ്ടി അദ്ദേഹം പങ്കാളിയായി. 1901 അദ്ദേഹം ശാന്തിനികേതനിൽ ഒരു ചെറിയ സ്കൂൾ സ്ഥാപിച്ചു. അത് ഒരു പ്രശസ്ത സർവകലാശാലയായും ഗ്രാമീണ പുനർനിർമ്മാണ കേന്ദ്രമായിട്ടും വികസിച്ചു. അവിടെ അദ്ദേഹം വികസിപ്പിക്കാൻ ശ്രമിച്ചു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ടാഗോറിനെ വളരെയധികം പ്രകോപിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ സംഭവത്തെക്കുറിച്ച് കേട്ടപ്പോൾ അദ്ദേഹം രാത്രി മുഴുവൻ ഉറങ്ങിയില്ല. ഒരു പ്രതിഷേധമെന്ന നിലയിൽ തന്റെ നൈറ്റ് പദവി ഉപേക്ഷിക്കാനും അദ്ദേഹം തീരുമാനിച്ചു. ഉടനെ തന്നെ വൈസ്രോയ്ക്ക് ഒരു കത്തെഴുതുകയും ചെയ്തു. ടാഗോറിന്റെ ദേശീയ വികാരവും ദേശസ്നേഹവും അത്യുന്നതമായിരുന്നു. അദ്ദേഹം ഒരു വലിയ ദേശീയവാദിയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ദേശസ്നേഹം ആത്യന്തികമായി അന്താരാഷ്ട്രവാദത്തിൽ ലയിച്ചു. പ്രദേശം, ഭൂമിശാസ്ത്രം, ജാതി മുതലായവയുടെ അടിസ്ഥാനത്തിലുള്ള വിഭജനങ്ങൾക്കും വിവേചനങ്ങൾക്കും എതിരായിരുന്നു രവീന്ദ്രനാഥ ടാഗോർ. അദ്ദേഹം ഏകത്വത്തിൽ വിശ്വസിക്കുകയും ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരാൻ എപ്പോഴും ശ്രമിക്കുകയും ചെയ്തു.
തൻ്റെ പരിശ്രമങ്ങളിലൂടെ സാർവത്രിക സ്നേഹവും ഐക്യവും അദ്ദേഹം പ്രസരിപ്പിച്ചു. അദ്ദേഹം മനുഷ്യരാശിയെ മുഴുവൻ ആശ്ലേഷിച്ചു. യൂറോപ്പ്, അമേരിക്ക, ഏഷ്യ എന്നിവിടങ്ങളിലെ വിവിധ രാജ്യങ്ങളിൽ അദ്ദേഹം വിപുലമായി സഞ്ചരിച്ചു. സർവകലാശാലകളിലെ വിവിധ പ്രഭാഷണങ്ങളും വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പൊതുയോഗങ്ങളും നടത്തി. ഗാന്ധിജിയോടൊപ്പം പ്രവർത്തിച്ച അദ്ദേഹം ഇന്ത്യയിലെ ജനങ്ങളുടെ ക്ഷേമത്തിനായി ചിന്തിച്ചു. അദ്ദേഹത്തിന്റെ ദേശീയതയും ദേശസ്നേഹവും അദ്ദേഹത്തെ മഹാനും കുലീനനുമാക്കി മാറ്റി. അദ്ദേഹം ഒരിക്കലും ഒരു ഗുഹയിലോ ആശ്രമത്തിലോ ക്ഷേത്രത്തിലോ ദൈവത്തെ അന്വേഷിച്ചില്ല. അല്ലാതെ മനുഷ്യരിലും, സാധാരണക്കാരായ മനുഷ്യരിലാണ് അദ്ദേഹം ദൈവത്തെ അന്വേഷിച്ചത്. അഗാധമായ മതപരവും ആത്മീയവുമായിരുന്ന പണ്ഡിതനായിരുന്നു അദ്ദേഹം. അഗാധ പാണ്ഡിത്യം മതത്തിലും ആത്മീയതയിലും ഉണ്ടായിരുന്നെങ്കിലും മതപരമായും ആത്മീയമായും അഗാധ പാണ്ഡിത്യം ഉണ്ടായിരുന്ന അദ്ദേഹം എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും ചെറുത്തുനിന്നു. സഹാനുഭൂതിയും സംവേദനക്ഷമതയും വളർത്തിയെടുക്കുന്നതിനുള്ള കലയുടെ പ്രാധാന്യവും ഒരാളുടെ സാംസ്കാരികവും പ്രകൃതിദത്തവുമായ പരിസ്ഥിതിയുമായി അടുത്ത ബന്ധത്തിന്റെ ആവശ്യകതയും അദ്ദേഹം മനസ്സിലാക്കി. മനുഷ്യരെ പരസ്പരം വേർതിരിക്കുന്ന മനസ്സിന്റെ സങ്കുചിതത്വം അദ്ദേഹം എപ്പോഴും നിരസിച്ചു. സ്വന്തം സാംസ്കാരിക പ്രത്യേകത നിലനിർത്തിക്കൊണ്ട് മറ്റ് സംസ്കാരങ്ങളുടെ ഏറ്റവും സമ്പന്നമായ വശങ്ങളെ വിലമതിക്കാനുള്ള ഉപകരണമായിട്ട് അദ്ദേഹം വിദ്യാഭ്യാസത്തെ കരുതി. ഇനി ഗീതാഞ്ജലിയെക്കുറിച്ച് പറയുമ്പോൾ ടാഗോറിന്റെ അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്ന ഒരു ശേഖരമാണ് ഇത് ഗീതാഞ്ജലി. ഗീതാഞ്ജലിയിൽ ടാഗോർ തന്നെ സന്തോഷിപ്പിക്കുന്ന നിരവധി കാര്യങ്ങളെക്കുറിച്ചും തൻ്റെ കുളിർമ നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളെക്കുറിച്ചും എഴുതിയിട്ടുണ്ട്. തൻ്റെ സാഹിത്യ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ അദ്ദേഹം ഒരു റൊമാൻറ്റിക് കവിയും ഒരു പരിധിവരെ ആത്മീയവാദിയുമാണ്. കാരണം അദ്ദേഹം സൗന്ദര്യത്തിൻ്റെ ആരാധകനായിരുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ കവിതകളിലും കാണാൻ പറ്റും. പ്രകൃതിയിലെ സുന്ദരമായ എന്തും ടാഗോറിനെ സംബന്ധിച്ചിടത്തോളം കവിക്ക് അതിൽ സ്വയം വിറയൽ അനുഭവപ്പെടുകയും പ്രകൃതിയുടെ സഹായത്തോടെ തൻ്റെ വികാരം എഴുതാൻ ശ്രമിക്കുകയും ചെയ്യും. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ലോകത്തിൻ്റെ എല്ലാ അടിച്ചമർത്തലുകളിൽ നിന്നുള്ള സ്വാതന്ത്ര്യം എല്ലാവരെയും സംതൃപ്തി നിറഞ്ഞ ജീവിതം നയിക്കാൻ പ്രാപ്തരാക്കും. ഈ സ്വാതന്ത്ര്യം അനന്തമായ മൊത്തത്തിലുള്ള ഉന്നമനത്തിലേക്ക് നയിക്കുന്നു. അത് പരിമിതികളെ ഏറ്റവും മികച്ചതിൻ്റെ ഏകീകരണമാണ്. ഈ തികഞ്ഞ സ്വാതന്ത്ര്യമാണ് മനുഷ്യനെ പരിമിത അവസ്ഥയിൽ നിന്ന് അനന്തമായിട്ട് എത്തിക്കാനുള്ള താക്കോൽ. കവി പറയുന്നു, ഷാഢ്യമാണ് ചവിട്ടുപടികൾ, പക്ഷേ അവയെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ എൻ്റെ ഹൃദയം വേദനിക്കുന്നുവെന്ന്. അടിമത്തവും ചങ്ങലകളും ജീവിതത്തിൽ നിന്ന് പിഴുതെറിയാനും ജീവിതത്തിൽ സമ്പൂർണ്ണ സ്വർഗീയ സ്വാതന്ത്ര്യം നേടാനും ഇന്ത്യയും ലോകം മുഴുവനും ശക്തി നിറഞ്ഞതായി കാണണമെന്ന് കവി ആഗ്രഹിക്കുന്നു. അത് ഊന്നിപ്പറയുന്ന വരികൾ താഴെ നൽകുന്നുണ്ട്. എവിടെ മനസ്സ് ഭയമില്ലാത്തതും തല ഉയർത്തിപ്പിടിക്കുന്നതും എവിടെയാണ്, അവിടെ അറിവ് സ്വതന്ത്രമാണ്. ഇടുങ്ങിയ ഗാർഹിക മതിലുകളാൽ ലോകം ശിഥിലമായിട്ടില്ലാത്തിടത്ത്, സത്യത്തിൻ്റെ ആഴത്തിൽ നിന്ന വാക്കുകൾ പുറപ്പെടുന്നിടത്ത്, അശ്രാന്ത പരിശ്രമം പൂർണ്ണതയിലേക്ക് കരങ്ങൾ നീട്ടുന്നിടത്ത്, നിർജീവമായ ശീലത്തിൻ്റെ മരുഭൂമിയിലെ മണലിലേക്ക് യുക്തിയുടെ വ്യക്തമായ പ്രവാഹം നഷ്ടപ്പെടുത്തുന്നിടത്ത് എവിടേക്കാണ് മനസ്സിനെ നീ മുന്നോട്ട് നയിക്കുന്നത്? എന്നും വിശാലമായ ചിന്തയിലേക്കും പ്രവർത്തനത്തിലേക്കും. എവിടേക്കാണ് മനസ്സിനെ നീ മുന്നോട്ട് നയിക്കുന്നത്? എന്നും വിശാലമായ ചിന്തയിലേക്കും പ്രവർത്തനത്തിലേക്കും. ആ സ്വാതന്ത്ര്യത്തിൻ്റെ സ്വർഗത്തിലേക്ക് എൻ്റെ പിതാവേ, എൻ്റെ രാജ്യം ഉണരട്ടെ. ഇത് ഗീതാഞ്ജലിയിലെ വരികളാണ്. കവി വളരെ പ്രശസ്തനാണെങ്കിലും സാമൂഹിക വ്യവസ്ഥകളാൽ ടാർഗറ്റ് ചെയ്യപ്പെടുന്ന ബഹുജനങ്ങൾക്ക് ഇപ്പോഴും പരിഗണനയുണ്ട്. ബഹുജനങ്ങളുടെ ദുഃഖം അദ്ദേഹത്തെ ബാധിച്ചു. ഇന്ത്യയിലെ അധസ്ഥിത ജനങ്ങളോട് ചെയ്യുന്ന അനീതി അദ്ദേഹത്തിന് സഹിക്കാൻ കഴിഞ്ഞില്ല. തൻ്റെ യാത്ര അവസാനിച്ചുവെന്ന് അദ്ദേഹം കരുതി. പക്ഷേ തനിക്ക് വേണ്ടിയുള്ള കർത്താവിൻ്റെ ഇഷ്ടം ഇപ്പോഴും വന്നിട്ടില്ല. അതിനാൽ അയാൾക്ക് പോകണമെന്ന് അദ്ദേഹം പറഞ്ഞു. ജനങ്ങളുടെ എല്ലാ അഴിമതികളും ദുഷ്പ്രവൃത്തികളും ഇല്ലാതാക്കി രാജ്യം നവീകരിക്കുന്നതുവരെ അദ്ദേഹം അതിനുവേണ്ടി പരിശ്രമിക്കുമെന്ന് പറയുന്നുണ്ട്.
ലോകത്തിൽ നിന്നും മനുഷ്യൻ്റെ ജീവിതത്തിൽ നിന്നുമുള്ള കൃപ നഷ്ടപ്പെടുമ്പോൾ എല്ലാവരുടെയും ജീവിതത്തെ യഥാർത്ഥത്തിൽ യോജിപ്പുള്ളതാക്കി മാറ്റുന്ന തൻ്റെ ശാശ്വതമായ സമാധാനത്താൽ തന്നെയും ലോകത്തെയും നിറയ്ക്കാൻ സമാധാനത്തിൻ്റെ കർത്താവിനെ പ്രേരിപ്പിക്കുന്നുവെന്ന് കവി തുടർന്ന് എഴുതുന്നുണ്ട്. ഗാന്ധിസ് പ്രോഗ്രാം ഓൺ ഹിന്ദു മുസ്ലിം യൂണിറ്റി. മഹാത്മാഗാന്ധിയുടെ പരിപാടികൾ എന്തിനു വേണ്ടിയുള്ള? ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടിയുള്ള. മഹാത്മാഗാന്ധിയുടെ ഏറ്റവും വലിയ സംഭാവനകളിലൊന്ന് ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ സമാനതകളില്ലാത്ത ശ്രമമാണ്. അവസാനം ഈ ദൗത്യം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ജീവിതത്തിലുടനീളം അതിൻ്റെ സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം പോരാടി. ഞാൻ കൊല്ലുകയും രാമൻ്റെയും റഹീമിൻ്റെയും പേരുകൾ ആവർത്തിക്കുന്നത് ഞാൻ കൊല്ലപ്പെട്ടാലും രാമൻ്റെയും റഹീമിൻ്റെയും പേരുകൾ ആവർത്തിച്ച് പറയുന്നത് ഞാൻ ഉപേക്ഷിക്കില്ല. അതായത് എനിക്ക് ഒരേ ദൈവം, ഈ പേരുകൾ എൻ്റെ ചുണ്ടിൽ, ഞാൻ സന്തോഷത്തോടെ മരിക്കും. ഗാന്ധിജിയുടെ ആദ്യത്തെ പോരാട്ടം വംശീയ വിവേചനത്തിനെതിരായിരുന്നുവെന്നും അദ്ദേഹം സ്വയം എല്ലാ മനുഷ്യരാശിയുടെയും സേവകൻ ആയിട്ടാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നിരക്ഷരനായാലും നിസ്സാരനായാലും അദ്ദേഹത്തിന് പ്രധാനമായിരുന്നു. എല്ലാ മതങ്ങളും സത്യമാണെന്നും എന്നാൽ തെറ്റില്ലെന്നും അദ്ദേഹം വിശ്വസിച്ചു. അദ്ദേഹം അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ദീർഘമായ പഠനത്തിനും അനുഭവത്തിനും ശേഷം എല്ലാ മതങ്ങളും സത്യമാണ്, എല്ലാ മതങ്ങൾക്കും അവയിൽ തെറ്റുകളുമുണ്ട്. വേദങ്ങളുടെ മാത്രം ദൈവികതയിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. ബൈബിൾ, ഖുറാൻ, സെൻ അവസ്ഥ എന്നിവ വേദങ്ങളെ പോലെ ദൈവികമായി പ്രചോദിപ്പിക്കപ്പെട്ടതാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഹിന്ദു ഗ്രന്ഥങ്ങളിലുള്ള എൻ്റെ വിശ്വാസവും ഓരോ ദൈവികതയും സ്വീകരിക്കണമെന്നില്ല. അപ്പോൾ എല്ലാത്തിലെയും തെറ്റുകളെയും ശരികളെയും ഒരുപോലെ അദ്ദേഹം അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു. ഗാന്ധിജി അത്തരം ഉദാത്തമായ ആശയങ്ങൾ പഠിപ്പിക്കുക മാത്രമല്ല, യഥാർത്ഥ ജീവിതത്തിൽ അവ പ്രയോഗിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ യോഗങ്ങളിലെ ഗീത, ഖുറാൻ, ബൈബിൾ, രാമായണം എന്നിവയിൽ നിന്ന് തിരഞ്ഞെടുത്ത ഭാഗങ്ങൾ വായിച്ചു. ഖിലാഫത്ത് വിഷയത്തിൽ തുർക്കിയോടും ഖലീഫയോടുമുള്ള ബ്രിട്ടീഷ് സമീപനത്തിൽ ഗാന്ധിജിക്ക് അതൃപ്തി തോന്നി. ഖിലാഫത്ത് വിഷയത്തിൽ മുസ്ലിങ്ങളുടെ വികാരങ്ങളെ അദ്ദേഹം പൂർണ്ണമായിട്ട് ബഹുമാനിച്ചു. തൻ്റെ പ്രസംഗത്തിലൂടെയും എഴുത്തുകളിലൂടെയും അദ്ദേഹം മുസ്ലിങ്ങളുടെ ലക്ഷ്യത്തെ പൂർണ്ണ ഹൃദയത്തോടെ പിന്തുണച്ചു. മുസ്ലിങ്ങളെ തൻ്റെ സഹോദരന്മാരാണെന്ന് വിളിച്ചു അദ്ദേഹം. ഖലീഫയോടുള്ള കടുത്ത ബ്രിട്ടീഷ് മനോഭാവത്താൽ അവരുടെ മതവികാരങ്ങൾക്ക് മുറിവേൽക്കാതിരിക്കാൻ ഒരു കല്ലും അദ്ദേഹം ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു മുസ്ലിം ഐക്യം എന്നാൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള ഐക്യം മാത്രമല്ല, അവർ ഏത് വിശ്വാസത്തിൽപ്പെട്ടവരായാലും ഇന്ത്യ തങ്ങളുടെ വീടാണെന്ന് വിശ്വസിക്കുന്ന എല്ലാവരും തമ്മിലുള്ള ഐക്യമാണ്. ഒരു ഹിന്ദുവിന് അനിവാര്യമല്ലാത്തത് ഒരു മുസ്ലിമിന് അത്യന്താപേക്ഷിതമായിരിക്കാം. കൂടാതെ എല്ലാ അനാവശ്യ കാര്യങ്ങളിലും ഒരു ഹിന്ദു ചോദിക്കുന്നതിന് വഴങ്ങണം. നിസ്സാര കാര്യങ്ങളുടെ പേരിൽ വഴക്കിടുന്നത് കുറ്റകരമാണ്. പരസ്പരം വഴങ്ങുന്നതും കാരുണ്യപരവുമായ മനോഭാവം വളർത്തിയെടുത്താൽ നാം ആഗ്രഹിക്കുന്ന ഐക്യം ദീർഘകാലം നിലനിൽക്കും. പശു ഒരു ഹിന്ദുവിന് ജീവന് തുല്യമാണ്. അതിനാൽ മുസ്ലിം തൻ്റെ ഹിന്ദു സഹോദരനെ സ്വമേധയാ താമസിപ്പിക്കണം. അവൻ്റെ പ്രാർത്ഥനയിൽ മൗനം പാലിക്കുന്നത് മുസ്ലിമിന് വിലപ്പെട്ട കാര്യമാണ്. ഓരോ ഹിന്ദുവും തൻ്റെ മുസ്ലിം സഹോദരൻ്റെ വികാരത്തെ സ്വമേധയാ മാനിക്കേണ്ടതാണ്. മതവും രാഷ്ട്രീയവും വേർതിരിക്കാനാവില്ലെന്നായിരുന്നു ഗാന്ധിജിയുടെ അഭിപ്രായം. എന്നാൽ ഈ സാഹചര്യത്തിൽ മതം കൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് ധാർമ്മികതയാണ്. കാരണം മതം അദ്ദേഹത്തിന് ധാർമ്മികതയുടെ ഉറവിയായിരുന്നു. എന്നാൽ വർഗീയവാദികൾ മതത്തെ ഉപയോഗിച്ച് മറ്റു മതസ്ഥർക്കെതിരെ വിദ്വേഷം വളർത്തുന്നത് കണ്ടപ്പോൾ അദ്ദേഹം തൻ്റെ സൂത്രവാക്യം പാടെ മാറ്റി. മതം എന്നത് രാഷ്ട്രീയത്തിൻ്റെ സ്ഥാനമില്ലാത്ത വ്യക്തിപരമായ കാര്യമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇനി നമുക്ക് ജ്യോതിബ ഫുലെയെക്കുറിച്ചാണ് പറയാനുള്ളത്. ജ്യോതിറാവു ഫൂലെ മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഒരു ഇന്ത്യൻ എഴുത്തുകാരനും സാമൂഹിക പ്രവർത്തകനും ചിന്തകനും ജാതി വിരുദ്ധ സാമൂഹിക പരിഷ്കർത്താവുമായിരുന്നു. തൊട്ടുകൂടായ്മയും ജാതി വ്യവസ്ഥയും ഉന്മൂലനം ചെയ്യുന്നതിനും സ്ത്രീകളെ ബോധവൽക്കരിക്കുന്നതിനുമുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങൾക്കുമായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചു.
അദ്ദേഹവും ഭാര്യ സാവിത്രിബായി ഫൂലെയും ഇന്ത്യയിലെ സ്ത്രീ വിദ്യാഭ്യാസത്തിന് തുടക്കക്കാരായിരുന്നു. 1827 ഏപ്രിൽ 11 അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന്റെ ജന്മദിനം എല്ലാ വർഷവും ജ്യോതിബ ഫൂലെ ജയന്തിയായിട്ട് ആഘോഷിക്കുന്നുണ്ട്. 1848 പൂനെയിൽ പെൺകുട്ടികൾക്ക് വേണ്ടി ഫൂലെ തന്റെ ആദ്യത്തെ സ്കൂൾ ആരംഭിച്ചു. ചൂഷിത ജാതികളിൽ നിന്നുള്ള ആളുകൾക്ക് തുല്യ അവകാശങ്ങൾ നേടുന്നതിനായി അദ്ദേഹം തന്റെ അനുയായികളോടൊപ്പം സത്യശോധക സമാജ് അഥവാ സത്യാന്വേഷികളുടെ സമൂഹം രൂപീകരിച്ചു. അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ച ഈ കൂട്ടായ്മയുടെ ഭാഗമാകാൻ എല്ലാ മതത്തിലും ജാതിയിലുംപ്പെട്ട ആളുകൾക്ക് കഴിയും. മഹാരാഷ്ട്രയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനത്തിലെ ഒരു പ്രധാന വ്യക്തിയായിട്ട് ഫൂലെയെ കണക്കാക്കപ്പെടുന്നു. തൊട്ടുകൂടായ്മയും ജാതി വ്യവസ്ഥയും ഉന്മൂലനം ചെയ്യൽ, സ്ത്രീകളുടെയും ദളിതരുടെയും വിദ്യാഭ്യാസം, അധസ്ഥിത സ്ത്രീകളുടെ ക്ഷേമം തുടങ്ങിയ നിരവധി മേഖലകൾ അദ്ദേഹത്തിന്റെ സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട്. 1890 നവംബറിൽ പൂനെയിൽ വെച്ച് അദ്ദേഹം അന്തരിച്ചു. ഇനി നമുക്ക് ഗുലാംഗിരിയെ കുറിച്ചാണ് പറയാനുള്ളത്. ജ്യോതിബ ഫൂലെ ജാതി വ്യവസ്ഥയുടെ ആദ്യ വിമർശനങ്ങളിലൊന്നാണ് ഗുലാംഗിരി എഴുതിയത്. ഈ ഭാഗം ഇനി ഗുലാംഗിരി എന്താന്ന് നോക്കാം. ഗുലാംഗിരി എന്ന് പറഞ്ഞാൽ എന്താണ് ഗുലാംഗിരി? അത് ഒരു ബുക്കാണ്. ജ്യോതിബ ഫൂലെ ജാതി വ്യവസ്ഥയുടെ തെറ്റായ വശങ്ങളെക്കുറിച്ച് വിമർശനാത്മകമായി എഴുതിയ ഒരു കൃതിയാണിത്. ഈ ഒരു ഭാഗത്ത് അതിൻ്റെ പ്രധാന വാദത്തിൻ്റെയും അതിൻ്റെ പ്രാധാന്യത്തിൻ്റെയും ഒരു സ്റ്റോക്ക് ഉണ്ട്. അതായത് ജാതി വ്യവസ്ഥയുടെ എല്ലാ വശങ്ങളെയും കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. ഇംഗ്ലീഷ് മുഖവരിയോടെ മറാത്തിയിൽ എഴുതിയ ഈ ഒരു വാചകം അടിമത്തം എന്ന് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു. 1885 ഈ ഒരു ഗുലാംഗിരി എന്ന ഈ ഒരു ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചു. 16 ഭാഗങ്ങളിലെ ഒരു ഉപന്യാസത്തിലൂടെയും 4 കാവ്യാത്മക രചനകളിലൂടെയും ഇത് ജാതിയുടെ സ്ഥാപനത്തെ വിമർശിക്കുന്നുണ്ട്. ഇത് ജ്യോതിബയും ദോണ്ടിബ് എന്ന് വിളിക്കുന്ന ഒരു കഥാപാത്രവും തമ്മിലുള്ള സംഭാഷണത്തിന്റെ രൂപത്തിലാണ് എഴുതിയിട്ടുള്ളത്. മഹാത്മാ ഫൂലെയുടെ ഗ്രന്ഥത്തിന്റെ പ്രധാനപ്പെട്ട ഊന്നല് ജാതിയുടെ വംശീയ സിദ്ധാന്തത്തിന്റെ വിപരീതമാണ്. ജാതിയുടെ വംശീയ സിദ്ധാന്തം എന്താണ്? ഈ സിദ്ധാന്തം അനുസരിച്ച് ഒരു ശ്രേഷ്ഠത വിദേശ വംശം ഈ ഭൂമി ആക്രമിച്ചു. ഈ ഒരു സിദ്ധാന്തം അനുസരിച്ച് ഒരു വിദേശീയ വംശം ഈ ഭൂമിയെ ആക്രമിച്ചു. അവർ ഇന്ന് നമ്മൾ ബ്രാഹ്മണർ എന്നറിയപ്പെടുന്നു. കീഴടക്കിയ താഴ്ന്ന തദ്ദേശീയരായ ആളുകൾ ശൂദ്രരായി മാറി. സാമ്പത്തികവും സാംസ്കാരികവുമായ കീഴ്വഴക്കത്തിൻ്റെ പരസ്പര ബന്ധം പോലുള്ള ആധുനിക ആശയങ്ങൾ മുൻകൂട്ടി കണ്ടതിൻ്റെ ബഹുമതിയാണ് ഗുലാംഗിരിക്കുള്ളത്. തൻ്റെ അഭിപ്രായം വ്യക്തമാക്കാൻ അദ്ദേഹം ചില ഹൈന്ദവ മിത്തുകളെ അസ്ഥിരപ്പെടുത്താൻ സ്വയം ഏറ്റെടുത്തു. അവൻ യുക്തി ഉപയോഗിച്ച് അവരെ കുത്തുന്നു. ഉദാഹരണത്തിന് തുടക്കത്തിൽ തന്നെ പുരുഷ സൂക്ത ശ്ലോകത്തിൽ നിന്ന് 4 ജാതിയുടെ ഉത്ഭവത്തിൻ്റെ കഥ അദ്ദേഹം എടുക്കുന്നുണ്ട്. ഈ കഥയനുസരിച്ച് ബ്രഹ്മാവിൻ്റെ തലയിൽ നിന്ന് ബ്രാഹ്മണനും, കൈകളിൽ നിന്ന് ക്ഷത്രിയനും, തുടകളിൽ നിന്ന് വൈശ്യരും, പാദങ്ങളിൽ നിന്ന് ശൂദ്രനും ജനിച്ചു എന്ന് പറയുന്നുണ്ട്. വ്യത്യസ്ത ജാതികൾ അനുഭവിക്കുന്ന വ്യത്യസ്ത പദവികളുടെ ന്യായീകരണം എന്ന നിലയിൽ പലപ്പോഴും ഈ ആഖ്യാനം ഫൂലെ അസംബന്ധമായിട്ട് ചിത്രീകരിക്കുന്നുണ്ട്. അവൻ ഇത് ചെയ്യുന്നത് നേരായതും എന്നാൽ ഒരുപക്ഷെ ചെറുതായി പ്രകോപനപരവുമായുള്ള ഒരു ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ്. ബ്രഹ്മാവ് ജനിച്ചിടത്ത് നിന്ന് 4 യോനികൾ ഉണ്ടായിരുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. ശൂദ്രരുടെയും അതിശൂദ്രരുടെയും ആചാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കും വേണ്ടി നിയമാനുസൃതമായ ഒരു സാംസ്കാരിക ഇടം തട്ടിയെടുക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്.
ഈ വാചകത്തെ സംബന്ധിച്ച് ഇടം തട്ടിയെടുക്കാൻ അത് ശ്രമിക്കുന്നു എന്നതാണ് ഈ ഒരു വാചകത്തിൻ്റെ പ്രത്യേകത. മഹത്തായ ചരിത്രപരവും സാംസ്കാരികവുമായ പൈതൃകത്തിൻ്റെ ആഖ്യാനങ്ങൾക്കുള്ളിൽ ഈ സമ്പ്രദായത്തെ സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഫൂലെ ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ശൂദ്രരും അതിശൂദ്രരും അനുഭവിക്കുന്ന പാർശ്വവൽക്കരണവും അടിച്ചമർത്തലും പരിഹരിക്കാനുള്ള പരിഹാരങ്ങളിലൊന്നാണ് ഹിന്ദു ഗ്രന്ഥങ്ങളെ ചോദ്യം ചെയ്യുന്നതെന്ന് ഫൂലെ വിശ്വസിച്ചു. ഇനി നമുക്ക് താരാബായ് ഷിൻഡെയെ കുറിച്ച് പറയാം. 19-ാം നൂറ്റാണ്ടിലെ ഇന്ത്യയിൽ പുരുഷാധിപത്യത്തിലും ജാതിയിലും പ്രതിഷേധിച്ച ഒരു ഫെമിനിസ്റ്റ് പ്രവർത്തകയായിരുന്നു താരാബായ് ഷിൻഡെ. 1882 മറാത്തിയിൽ ആദ്യമായി പ്രസിദ്ധീകരിച്ച സ്ത്രീ പുരുഷ തുലാന, അതായത് സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള താരതമ്യം എന്ന കൃതിയിലൂടെ അവരറിയപ്പെടുന്നു. ഈ ലഘുലേഖ സുവർണ പുരുഷാധിപത്യത്തിൻ്റെ വിമർശനമാണ്. ഇത് പലപ്പോഴും ആദ്യത്തെ ആധുനിക ഇന്ത്യൻ ഫെമിനിസ്റ്റ് ഗ്രന്ഥമായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. സ്ത്രീകളുടെ അടിച്ചമർത്തലിൻ്റെ ഉറവിടമായിട്ട് ഹിന്ദുമത ഗ്രന്ഥങ്ങളെ തന്നെ വെല്ലുവിളിക്കുന്നതുകൊണ്ട് ഇത് വളരെ വിവാദപരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഉയർത്തുന്നുണ്ട്. ഹർ സ്ട്രഗിൾസ് ആൻഡ് കോൺട്രിബ്യൂഷൻസ്, ഇവരുടെ സമരങ്ങളും സംഭാവനകളും. ആക്ടിവിസ്റ്റുകളായ ജ്യോതിറാവു, സാവിത്രിബായി ഫൂലെ എന്നിവരുടെ സഹകാരിയായിരുന്നു താരാബായ്. അവർ സത്യശോധക സമാജ് അഥവാ സത്യം കണ്ടെത്തൽ കമ്മ്യൂണിറ്റി എന്ന സംഘടനയിലെ അംഗമായിരുന്നു. 1848 ഫൂലെ താഴ്ന്ന ജാതിയിലുള്ള പെൺകുട്ടികൾക്ക് വേണ്ടി ഒരു സ്കൂൾ ആരംഭിച്ചു. വിവാഹം കഴിക്കുന്നതിൽ നിന്ന് വിലക്കപ്പെട്ട മുഖ്യധാരാ സമൂഹത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഉയർന്ന ജാതിയിലുള്ള വിധവകൾക്കായിട്ട് അവരൊരു അഭയകേന്ദ്രം ആരംഭിച്ചു. പിന്നീട് ഈ 2 സംരംഭങ്ങളിലും അവർ താരാബായിയെ ഉൾപ്പെടുത്തുകയും അവരെ ഈ പ്രദേശത്ത് വളർത്തുകയും ചെയ്തു. ഇന്ത്യൻ സമൂഹത്തിലെ ലിംഗഭേദത്തിൻ്റെയും ജാതിയുടെയും അടിച്ചമർത്തലിൻ്റെ അതേ ആശയങ്ങൾ പങ്കുവെച്ച ജ്യോതിറാവു, സാവിത്രിബായി ഫൂലെ എന്നിവരുമായുള്ള അവരുടെ പ്രവർത്തനങ്ങളിലൂടെയാണ് അവർക്ക് തൻ്റെ അനുഭവത്തിൻ്റെ ഭൂരിഭാഗവും ലഭിച്ചിട്ടുണ്ടായിരുന്നത്. സമൂഹത്തിലെ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഇരട്ടത്താപ്പിനെക്കുറിച്ച് താരാബായി അവബോധം സൃഷ്ടിച്ചു. വിവിധ ജാതികളോടുള്ള അനീതിയും അവർ ചർച്ച ചെയ്തു. ഇന്ത്യൻ സമൂഹത്തിലെ സ്ത്രീകൾക്കായി അവർ നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളെ ചോദ്യം ചെയ്യാൻ ഇത് പൗരന്മാരെ അനുവദിച്ചു. ഇനി അവരുടെ ജോലിയെക്കുറിച്ചാണ് പറയുന്നത്. സ്ത്രീകളുടെ ഹൃദയത്തിലെത്തി ആളിപ്പടർത്തുന്ന ഒരു ചോദ്യം താരാബായി ചോദിച്ചു. ആരും തുറന്നു ചോദിക്കാൻ ധൈര്യപ്പെടാത്ത ഒരു ചോദ്യമായിരുന്നു അത്. എന്നാൽ സ്ത്രീകൾക്ക് ഉണ്ടായിരിക്കേണ്ട അതേ പോരായ്മകൾ പുരുഷന്മാർ അനുഭവിക്കുന്നില്ലേ എന്നായിരുന്നു ആ ഒരു ചോദ്യം. സമൂഹത്തിൽ കടന്നുകൂടിയ സ്ത്രീകളോടുള്ള അന്യായമായ പെരുമാറ്റത്തിനും മതപരമായ മുൻവിധികൾക്കും മറുപടിയായിട്ട് യഥാർത്ഥത്തിൽ മറാത്തിയിലെ സ്ത്രീ പുരുഷ തുലാന, അതായത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഇടയിലുള്ള ഒരു താരതമ്യം എന്ന പുസ്തകം അവരെഴുതി. അവരുടെ ആദ്യത്തെയും പ്രസിദ്ധീകരിക്കപ്പെട്ടതുമായ ഒരേ ഒരു കൃതിയായിരുന്നു അത്. പുരുഷന്മാർ തങ്ങൾ സ്വയം പുറത്തെടുക്കുന്ന അവിനാശികളായ ജീവികളല്ല, മറിച്ച് അവർ സ്ത്രീകളെ കണക്കാക്കുന്നത് പോലെ തന്നെ വികലതയുള്ളവരായിരിക്കുമെന്ന ആശയം പരിഗണിക്കാൻ താരാബായി തൻ്റെ കൃതിയിൽ വായനക്കാരോട് അഭ്യർത്ഥിക്കുന്നു. ഒരു പോയിന്റ് ബൈ പോയിന്റ് നോട്ടിൽ അവർ സ്ത്രീകൾക്കുണ്ടെന്ന് പറയപ്പെടുന്ന കുറവുകൾ നിരത്തുകയും അവയെ നിരാകരിക്കുകയും ചെയ്യുന്നുണ്ട്. ദ്രുതബുദ്ധിയുള്ള റീപാർട്ടി അക്കാലത്തെ സമൂഹത്തിലെ പുരുഷന്മാരെ അവരുടെ കപട ആചാരങ്ങൾ തുറന്നുകാട്ടുകയും വിധവാ പുനർവിവാഹത്തിന് വേണ്ടി വാദിക്കുകയും ചെയ്തു.
വ്യഭിചാരം ഒരു സ്ത്രീക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ പാപമായി കണക്കാക്കപ്പെട്ടിരുന്ന ഒരു സമയത്ത് ഭാര്യയെ സന്തോഷിപ്പിക്കാൻ കഴിയാത്തതിൻ്റെ ഉത്തരവാദിത്തം അവൾ ഭർത്താവിൻ്റെ മേൽ ചുമത്തുന്നു. കൂടാതെ വ്യഭിചാരം തടയുന്നതിന് സ്ത്രീകൾക്ക് അവർ തിരഞ്ഞെടുത്ത ഭർത്താക്കന്മാർ ഉണ്ടായിരിക്കണമെന്ന് അവർ വാദിക്കുന്നുണ്ട്. ഒരു വിധവയുടെ പുനർവിവാഹത്തിനുള്ള അവകാശം സംരക്ഷിക്കുന്നതിൽ ഉപേക്ഷിക്കപ്പെട്ട വിധവകൾക്കെതിരായ അതിക്രമങ്ങളെക്കുറിച്ച് അവർ സംസാരിച്ചു. അവരുടെ ആശയം ഉറപ്പിക്കാൻ മതഗ്രന്ഥങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തു. പുനർവിവാഹത്തിലെ തൻ്റെ ഭർത്താവിൻ്റെ മരണശേഷം ഒരു കുഞ്ഞിനെ ജനിപ്പിക്കാൻ ഒരു രാജ്ഞിക്ക് ഇഷ്ടമുള്ള ഒരു ഋഷിയെ തിരഞ്ഞെടുക്കാൻ ശാസ്ത്രങ്ങൾ അനുവദിച്ചിട്ടുണ്ടെന്ന് അവർ കുറിക്കുന്നുണ്ട്. അപ്പോൾ സ്ത്രീകൾക്കെതിരെ അവർ ശക്തമായി വാദിക്കുന്ന കുറ്റം അവരുടെ ലംഘനങ്ങളാണെന്ന് കരുതുന്നുണ്ട്. ശൈശവ വിവാഹവും ജാതി വരുമാനത്തിൽ അധിഷ്ഠിതമായ വിവാഹവും അവസാനിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ അവർ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പുരുഷാധിപത്യം എന്താണെന്ന് നഗ്നമായി വിളിച്ചു പറയുന്നതിൽ, സ്ത്രീത്വത്തിൻ്റെ മാനദണ്ഡങ്ങൾ തകർക്കുന്നതിൽ അവർ നിസ്സംഗത പുലർത്തുന്നുണ്ട്. ഈ കൃതിയെ അവരുടെ സാമൂഹിക ചുറ്റുപാടിൻ്റെ പശ്ചാത്തലത്തിൽ വീക്ഷിക്കുമ്പോൾ താരാബായി ധീരമായ ഒരു മതഭ്രാന്തം മാത്രമല്ല, നിലവിലുണ്ടായ മുൻവിധികൾക്ക് അപ്പുറത്തേക്ക് നോക്കാനും മാറ്റത്തിനായി യുക്തിസഹമായ ആശയങ്ങൾ രൂപപ്പെടുത്താനും കഴിയുന്ന ഒരു വിശകലന ചിന്തകനും കൂടിയായിരുന്നു. ചുറ്റുമുള്ള പുരുഷന്മാർക്കെതിരായ അവരുടെ ആരോപണങ്ങളിൽ അവർ തുറന്നടിച്ചു. അവരുടെ ഭാഗം പ്രസിദ്ധീകരിച്ചപ്പോൾ വളരെയധികം കോളിളക്കം സൃഷ്ടിച്ചിട്ടുണ്ട്. പ്രധാനമായി താരാബായി തൻ്റെ വാദങ്ങൾ വിശദീകരിക്കാൻ പരിഹാസത്തിലും ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ആക്ഷേപഹാസ്യ എഴുത്തുകാരി കൂടിയായിരുന്നു. അവരുടെ ഭാഷ ശക്തവും അവരുടെ ഭാഷ വളരെ ശക്തമായിരുന്നു. ഇനി BR അംബേദ്കറിനെ കുറിച്ച് നോക്കാം. ബാബാ സാഹേബ് അംബേദ്കർ ആധുനിക ഇന്ത്യയുടെ ചിന്തകരിലെ പ്രമുഖനാണ്. സ്വാതന്ത്ര്യം, മാനുഷിക സമത്വം, ജനാധിപത്യം, സാമൂഹിക രാഷ്ട്രീയ വിവേചനം തുടങ്ങിയ വിഷയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ചിന്തകൾ കേന്ദ്രീകൃതമാണ്. കുട്ടിക്കാലം മുതൽ തന്നെ വളരെയധികം അപമാനവും ദാരിദ്ര്യവും സാമൂഹിക അവഹേളനവും അനുഭവിച്ച അദ്ദേഹം ലോകത്തിലെ ഒരു അതുല്യ ചിന്തകനാണ്. എന്നിട്ടും അദ്ദേഹം വിദ്യാഭ്യാസപരവും ദാർശനികവുമായ ഉന്നതങ്ങളിലേക്ക് ഉയർന്നു. ജനാധിപത്യത്തിലും സമൂഹത്തിൻ്റെ ധാർമ്മിക അടിത്തറയിലും വലിയ വിശ്വാസം പ്രകടിപ്പിച്ച വിപ്ലവകാരിയായ സാമൂഹിക പരിഷ്കർത്താവായിരുന്നു അദ്ദേഹം. ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന വിമർശകരിൽ ഒരാളായിരുന്നു അദ്ദേഹം ഇന്ത്യയിൽ പൗരരാഷ്ട്രീയ സ്ഥാപനങ്ങൾ നിർമ്മിക്കുകയും ആളുകളെ തരം താഴ്ത്തുകയും അടിമകളാക്കുകയും ചെയ്യുന്ന പ്രത്യയശാസ്ത്രങ്ങളെയും സ്ഥാപനങ്ങളെയും വിമർശിച്ചു. സമ്പദ് വ്യവസ്ഥ, സാമൂഹിക ഘടനകളും സ്ഥാപനങ്ങളും, നിയമവും ഭരണഘടനാവാദവും, ചരിത്രവും മതവും രീതിശാസ്ത്രപരമായ കാഠിന്യത്തോടും പ്രതിഫലനത്തോടും കൂടി അദ്ദേഹം നിരവധി പ്രധാനപ്പെട്ട പഠനങ്ങൾ നടത്തി. ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു അദ്ദേഹം. അതിലെ പ്രധാന വ്യവസ്ഥകളെ പണ്ഡിതോചിതമായ കൃത്യതയോടെ പ്രതിരോധിക്കുകയും അതേസമയം അത് ഉയർത്തിപ്പിടിച്ച ആദർശങ്ങൾ കാണാതെ പോകാതെ സുസ്ഥിരമായ വാദങ്ങൾ നിരത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിരത്ത് മുറുകെ പിടിക്കുന്നു. അദ്ദേഹം ബുദ്ധമതം സ്വീകരിച്ചു. ആധുനികവും സാമൂഹികവുമായ വിമോചന പ്രേരണകളോട് പ്രതികരിക്കുന്നതിന് അതിനെ പുനർനിർമ്മിച്ചു. നൂറുകണക്കിന് അനുയായികളോടൊപ്പം ആധുനിക ഇന്ത്യയിൽ അതിൻ്റെ പുനരുജ്ജീവനത്തിന് വഴിയൊരുക്കി. ഐഡിയോളജിക്കൽ ഓറിയൻറ്റേഷൻ, പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ഓറിയൻറ്റേഷൻ. അംബേദ്കർ സ്വയം ഒരു പുരോഗമന റാഡിക്കൽ എന്നും
സന്ദർഭത്തിനനുസരിച്ച് ഇടയ്ക്കിടെ പുരോഗമന യാഥാസ്ഥികൻ എന്നും വിശേഷിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ലിബറലുകളിൽ നിന്നും മാർക്സിസ്റ്റുകളിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും അതിർത്തി നിർണ്ണയിക്കുന്നത് അദ്ദേഹം സ്വാതന്ത്ര്യത്തിൻ്റെ തീവ്രമായുള്ള ഒരു വോട്ടറായിരുന്നു. സാമ്പത്തിക പ്രക്രിയകളും ചൂഷണങ്ങളും സാമൂഹിക സ്ഥാപനങ്ങൾ, മതം, യാഥാസ്ഥിക തത്വങ്ങൾ, ഭയം, മുൻവിധികൾ എന്നിവയാൽ നിയന്ത്രിക്കപ്പെടാതെ ആളുകളെ അവരുടെ തിരഞ്ഞെടുപ്പുകൾ നടത്താൻ പ്രാപ്തരാക്കുന്ന ഒരു നല്ല ശക്തിയായിട്ടും ശേഷിയായിട്ടും അദ്ദേഹം പ്രവർത്തിച്ചു. കുറച്ച് കൈകളിൽ വൻതോതിൽ വിഭവങ്ങളുടെ ശേഖരണവും അത് വളർത്തിയെടുക്കുന്ന ഇല്ലായ്മയും ചൂഷണവും അദ്ദേഹം മനസ്സിലാക്കി. ഔപചാരികമായ സമത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിലെ വൻതോതിലുള്ള അസമത്വങ്ങൾ അനുവദിച്ച സാമൂഹിക രാഷ്ട്രീയ സ്ഥാപനങ്ങളോട് ലിബറലിസം വികാരരഹിതമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. USA കറുത്തവരുടെയും യൂറോപ്പിലെ ജൂതന്മാരുടെയും അവസ്ഥ പോലുള്ള ന്യൂനപക്ഷങ്ങളുടെ ആഴത്തിലുള്ള അസമത്വങ്ങളെ ലിബറൽ സംവിധാനങ്ങൾ മറച്ചുവെക്കുന്നുവെന്ന് അദ്ദേഹം വാദിച്ചു. കൊളോണിയൽ ചൂഷണത്തെയും അത് നിലനിർത്തുന്ന വിപുലമായ അനീതികളെയും ന്യായീകരിക്കാനാണ് ലിബറലിസം എപ്പോഴും ആകർഷിക്കപ്പെടുന്നതെന്ന് അദ്ദേഹം വാദിച്ചു. കൊളോണിയൽ ചൂഷണത്തെയും അത് നിലനിർത്തുന്ന വിപുലമായ അനീതികളെയും ന്യായീകരിക്കാനാണ് ലിബറലിസം പലപ്പോഴും ആകർഷിക്കപ്പെടുന്നതെന്ന് അദ്ദേഹം വാദിച്ചു. വ്യക്തിയുടെ മേലുള്ള ലിബറൽ സമ്മതവും കമ്മ്യൂണിറ്റി ബോണ്ടുകളും വ്യക്തിയുടെ മേലുള്ള ലിബറൽ സമ്മതം കമ്മ്യൂണിറ്റി ബോണ്ടുകളും പ്രതിഫലിപ്പിക്കുന്നതും സൃഷ്ടിപരവുമായ സ്വയം നിലനിർത്താനുള്ള രണ്ടാമത്തേതിൻ്റെ, അതായത് ബോണ്ടുകളുടെ ആവശ്യകതയെ അവഗണിക്കുന്നുണ്ട്. കൂടുതൽ ലിബറലിസം ചൂഷണവും പ്രബലമായ ഘടനകൾ വളർത്തിയെടുത്ത അടിച്ചമർത്തലിനെയും സ്വയം അന്യവൽക്കരണത്തിനെയും അവഗണിച്ചു. ലിബറലിസത്തിന് ഭരണകൂടത്തെക്കുറിച്ചും നല്ല ജീവിതം പ്രോത്സാഹിപ്പിക്കുന്നതിനും പരിപോഷിപ്പിക്കുന്നതിനും സ്ഥാനം ആവശ്യമായി സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ചും അപര്യാപ്തമായിട്ടുള്ള ധാരണയെന്ന് അദ്ദേഹം മനസ്സിലായി. ധാരണയുണ്ടെന്ന് അദ്ദേഹം കണ്ടെത്തി. നിയമത്തിന് മുമ്പിൽ സമത്വം എന്ന തത്വം അത് മാറ്റിസ്ഥാപിക്കാൻ ശ്രമിച്ച അസമത്വ ഉത്തരവുകളുമായി താരതമ്യപ്പെടുത്തിയപ്പോൾ അതൊരു വലിയ പരിഗണനയുടെ ഭാഗമാണ്. പക്ഷേ അത് പര്യാപ്തമല്ല. പരിഗണനയുടെ സമത്വം, ബഹുമാനത്തിൻ്റെ തുല്യത, അന്തസ്സിൻ്റെ സമത്വം തുടങ്ങിയ ശക്തമായ ആശയങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെച്ചു. ബഹുമാനത്തിൻ്റെ സങ്കല്പത്തോട് അദ്ദേഹം സെൻസിറ്റീവ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പരിഗണനയിൽ സമൂഹം എന്ന ആശയം കേന്ദ്രമായിരുന്നു. ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് മറ്റൊരു വീഡിയോയിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.